നമുക്ക് പോവാഞ്ഞ് ഇറങ്ങാം വണ്ടി ഇന്ന് വാ. കൂർക്ക പിന്നെ നമ്മൾ നന്നായിട്ട് മണ്ണ് കോരി തടാക്കി നട്ടാ കാരണം അമ്മയുള്ള കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതാര് ബർത്ത്ഡേ കണ്ണൂർ ബർത്ത്ഡേ പ്രീതിയുടെ ബർത്ത്ഡേന്ന് ഡോക്ടറെ കാണേണ്ടതായിരുന്നേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വായോട്ടാ. ഇന്നിപ്പോളേ അമ്മ രാവിലെ തന്നെ പറഞ്ഞു കുറച്ച് വഴുതിരിങ്ങി പൊട്ടിച്ചോളാനായിട്ട്. ഇന്നിപ്പോൾ അമ്മയിലിട്ട് ഇപ്പോൾ അടുക്കളയിൽ നിൽക്കുന്നത് കൂടുതലും. കാരണം എന്താണെന്ന് പറയുക, ഇന്നിപ്പോൾ രാവിലെ തന്നെ നമുക്ക് 7:15 നമുക്ക് നമ്മുടെ പേളിക്കുട്ടീനും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. അവൾക്കൊരു 4 ദിവസം അടുപ്പിച്ച ഇഞ്ചക്ഷനൊക്കെ ഉണ്ടേ. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ പിന്നെ കൂടുതൽ അമ്മ വരാനുള്ളൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പേളിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ എന്ന് വെച്ചിട്ട് അമ്മയ്ക്ക് അറിയാമല്ലോ എൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ. അത് കണ്ടിട്ടാണ് അമ്മ ഈ പ്രാവശ്യം വേഗം എന്നിട്ട് പറയാ അവിടെ നിന്ന് ഉണ്ണികൾ വിടണില്ല. എന്നിട്ട് പോലെ അമ്മ വേഗം വന്നത്. അപ്പോൾ അമ്മ അത് വഴുതിനിങ്ങ മതിയെന്ന്. ഞാൻ ഒരു മുളൊന്നും എടുത്തില്ല, ഒരു പ്ലേറ്റും എടുത്തില്ല. വേഗം ഇവിടെ പോകേണ്ട ധൃതിയിലേ. നമ്മൾ ഈ ഫ്രഷായിട്ട് പൊട്ടിച്ചത് താഴെ വെക്കാനും തോന്നണില്ല. ഇതിൻ്റെ ഒരു ഇല പൊട്ടിച്ചിട്ട് വെക്കണ്ടേ. അപ്പം ഇത്രയും മതി നമുക്ക് വഴുതിനെ കറി വയ്ക്കാനായിട്ടാ. പറമ്പിലേക്കൊന്നും പോകണില്ല. പക്ഷെ നോക്കിയാൽ മഴ പെയ്തിട്ട് ഇതാ വെള്ളമൊക്കെ ചെറുതായിട്ട് തെങ്ങിൻ്റെ കടക്കിലൊക്കെ നിന്ന് തുടങ്ങിയിട്ടുള്ളൂ. എന്താ നട്ട ചാലുകളിലൊക്കെ വെള്ളമായി തുടങ്ങിയിട്ടുണ്ട്. കൂർക്ക പിന്നെ നമ്മൾ നന്നായിട്ട് മണ്ണ് കോരി തടാക്കി നട്ടാ കാരണം കൂർക്കൊന്നും കുഴപ്പമില്ല. അതേപോലെ തന്നെ തക്കാളി തൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടാ. വേറെ ഒന്നും പറമ്പിലൊന്നും ചെയ്യാൻ നിൽക്കണില്ല. കാരണം നമുക്ക് ഇടയക്കാലാകുമ്പോഴേക്ക് എത്തണമല്ലോ അവിടെ. അമ്മ എന്നാ വഴുതിനിങ്ങ കേട്ടാ. അമ്മ വന്നപ്പോൾ കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇപ്പം രാവിലെ എണീറ്റ് അമ്മ ഇഡ്ലിക്കുള്ളത് ഇഡ്ലി ആയി തുടങ്ങി കേട്ടോ. നല്ല സോഫ്റ്റ് ഇഡ്ലി ആയിട്ടോ. കണ്ടോ നല്ല മാവാണ്. ഞാൻ ഈ പ്രാവശ്യം നമ്മുടെ എന്താ പറയുക പുതിയ ചാനലിൽ ഞാൻ 2 തരം ദോശ ഉണ്ടാക്കുന്ന മാവ് റെഡി ആക്കിയിട്ടുണ്ട്. അതേ സെയിം മാവ് ഉപയോഗിച്ചിട്ട് തന്നെയാട്ടോ നമ്മൾ ഈ ഇഡ്ലിക്ക് ഉണ്ടാക്കണത്. പിന്നെ ഇനി വഴുതനങ്ങ കറി ചട്നി അങ്ങനെ അമ്മയുള്ള കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അത്രയും ഹെൽപ്പാട്ടോ അമ്മയുടെ. അപ്പം ഇനി വേഗം നമ്മുടെ എന്താ പറയുക പേളിക്കുട്ടീനെ കൊണ്ട് പോകാൻ നോക്കട്ടെ. ചാർലിക്കുട്ടാ അയച്ചിട്ടാ ഓടി വരും പൊന്നു. അയ്യടാ നനഞ്ഞുണ്ടല്ലോ. ഇത് ഞങ്ങൾക്ക് വേറെ പോണ്ടാട്ടാ. നിങ്ങൾ പോവണ്ട, വേഗം വീട്ടിൽ പോക്കോട്ടാ. നല്ല മോനായിട്ട് വീട്ടിൽ പോയി അയച്ചിടാ. അയച്ചിട്ട് അവളെ അയാൾ ഓടി വന്നിരിക്കുക. അതെ നമ്മുടെ പേളിക്കുട്ടീനെ കണ്ടേ. പേളിക്കുട്ടീനെ പേളിക്കുട്ടി കണ്ടോ? പേളിക്കുട്ടീനെ കണ്ടോ? പേളിക്കുട്ടീനെ കണ്ടിട്ട് വേടാ. പേളിക്കുട്ടീനെ കണ്ടിട്ട് വേടാ. ഓ പാണ്ടടി പേളിക്കുട്ടിയാ പാവം. അവൻ കണ്ടോട്ടെ എൻ്റെ മോളെ. അടിച്ചുണ്ടരാ അഞ്ഞ് വേഗം വീട്ടിൽ പോയേ ചെല്ലേ. ഓ അമ്മേനെ കണ്ടപ്പോ ഇല്ലി പേളിക്കുട്ടി അവൻ നിന്നോട്ടടി പാവല്ലടി. എന്നെ കാണാൻ വേണ്ടി വന്നിട്ടല്ലാവേ. വേണ്ടടാ ചെല്ലേ പേളിക്കുട്ടി. ചാനലിക്കുട്ടിന് വീട്ടിൽ ചെല്ലേ. ആ കുട്ടി തന്നെ അമ്മ കൊണ്ടുള്ളത് പേളിടപ്പുള്ളത്. രണ്ടെണ്ണം പൊട്ടി അച്ഛനോട് പോയില്ലേ അമ്മേനെ കണ്ടോ? ഒന്ന് കണ്ടാ മതി അമ്മേനെ. മതി അത്രയും മതി ഇനി പെൺകുട്ടിയെ. മക്കളൊക്കെ സുഖമായിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മയുടെ ഒക്കെ പാലട്ടെ. പിന്നെ നമ്മളുണ്ടല്ലോ നമ്മുടെ പേളിക്കുട്ടീനെയും കൊണ്ട് നമ്മൾ ആ ക്ലിനിക്കിലേക്ക് വന്നു. 3 ഇഞ്ചക്ഷനാണ് ഒരു ദിവസം അവൾക്കുള്ളത്. പിന്നെ നമ്മളിത് അത് കൊടുത്ത് നേരെ വീട്ടിൽ പോരാണ് കേട്ടോ. പിന്നെ ഇന്നുണ്ടല്ലോ നമ്മുടെ കൺമണിക്കുട്ടി വരുന്ന ദിവസം കേട്ടോ. അപ്പോൾ അതേ കൺമണിക്കുട്ടിയുടെ അച്ഛമ്മ, അതായത് എൻ്റെ വലിയച്ചി, പിന്നെ കൺമണിക്കുട്ടിയുടെ അമ്മ. അപ്പോൾ പിന്നെ ഷായേട്ടൻ കൺമണിക്കുട്ടിയുടെ മാവനൊക്കെ ഉണ്ട്. അവർ വണ്ടി എടുക്കാൻ പോയിരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ പേളിക്കുട്ടി നോക്കിയേ, അവളിപ്പോൾ ഇത്തിരി ഉഷാറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല അമ്മ പോട്ടെ. പിന്നെ അമ്മോടിയുണ്ട്, അമ്മയ്ക്ക് കൂട്ടിന് നമ്മളെ ആര്യമോനും ഉണ്ണിക്കൂട്ടിനും ഉണ്ട്. പോയിട്ടുണ്ട് കേട്ടോ അമ്മേ.
ആ സിംബുട്ടൻ കറിയുന്നുണ്ട്. നമ്മുടെ അല്ലുതാ ഭക്ഷണം കഴിച്ചിട്ട് വണ്ടിയുടെ അടി ഓടുന്നുണ്ട്. ഇപ്പൊ വരാം സിംബുട്ട, ഇപ്പൊ വരാം. നമ്മുടെ സിംബ മോളിൽ നിന്ന് കറിയാണേ. നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി. എനിക്ക് ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മൾ പല പ്രാവശ്യം ഇപ്പോൾ വരുന്നുണ്ട്. കാരണം നല്ല ഭയങ്കര ഗാർഡനൊക്കെയാണ്. നമുക്ക് മനസ്സിലേക്ക് എന്തൊരു സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് ആ ഗാർഡനിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും തോന്നാറുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺമണിക്കുട്ടീനെ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കാണാറുണ്ടെങ്കിലും കൂടിയിട്ട് അവളെ നേരിട്ട് കാണുമ്പോഴത്തൊരു മാറ്റമൊക്കെ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു സന്തോഷം തോന്നി എന്ന് പറയുന്നത് എൻ്റെ വീഡിയോയ്ക്കും കാണുന്ന നമ്മുടെ ജോളി ചേച്ചിയുടെ കാണാനും, ജോളി ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പേരാണ് ചന്ദ്രൻ. ഒത്തിരി സന്തോഷം. കാരണം നമ്മുടെ ഫാമിലിയിലുള്ളവരെ നമുക്കിങ്ങനെ എവിടെയെങ്കിലൊക്കെ വെച്ച് കണ്ട് മുട്ടാന്ന് പറയുമ്പോൾ വളരെ സന്തോഷം തോന്നുമല്ലോ. അപ്പോൾ ജോലി ചേച്ചിയുടെ മകളും മകളുടെ കുട്ടികളും ദോഹയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ടൊന്ന് പരിചയപ്പെടാനൊക്കെ പറ്റിയിട്ടാണ്. നമ്മളുണ്ടല്ലോ കൺമണിക്കുട്ടിയുടെ ഫ്ലൈറ്റ് നേരെ വൈകിട്ടാണ്. നമ്മളാണെങ്കിൽ 4:30 ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ കാരണം വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി ബ്ലോക്കൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെ ബ്ലോക്കൊന്നും കിട്ടിയില്ല. നമ്മൾ 3:30 ഇപ്പോൾ എത്തി. 4:30 വരുന്ന ഫ്ലൈറ്റ് ഇപ്പോൾ 5 മണിക്കാണെന്നാണ് പറഞ്ഞു നോക്കണത്. അപ്പം അങ്ങനെ കുറച്ച് നേരം കൂടുതൽ ടൈം നമ്മൾ വെയിറ്റ് ചെയ്തോടെ നിൽക്കണം കേട്ടാ. അതേപോലെ തന്നെ നമ്മൾ എയർപോർട്ടിൽ നിൽക്കുമ്പോട്ടാ നല്ല മഴ. തുടക്കം മഴ പെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പേടി തോന്നില്ല. പിന്നീട് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ നിൽക്കുന്നതിൻ്റെ അവിടേക്ക് തന്നെ ആ കാറ്റടിയിൽ മഴച്ചാറ് നമ്മുടെ മേലേക്ക് ഇങ്ങനെ വന്നിരുന്നു. അത്രയും ശക്തിയിലൊരു മഴയൊക്കെ ആയിട്ടോ പെയ്തത്. എന്തായാലും എയർപോർട്ടിൽ എന്നിട്ട് എയർപോർട്ടിലത്തെ മഴ നമുക്ക് കാണാൻ പറ്റി. നമ്മുടെ കൺമണിക്കുട്ടി ഇതാ വരുന്നേട്ടാ. പെട്ടി തള്ളി വരുന്ന നോക്കിയത്. അയ്യടാ അതെ കൈ വീശു. എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. അതിലാണോ പോവാ അതിലേ പോവാണെന്നൊക്കെ തോന്നിട്ട് ചോദിക്കുന്നയാള്. കൺമണിക്കുട്ടി അച്ഛേ പെട്ടിന്ന് വേണ്ടേ? പെട്ടിന്ന് വേണ്ടേ? ഇനി അച്ഛൻ വില മാത്രം മതി കൺമണിക്കുട്ടിക്ക്. കണ്ടിട്ടുണ്ട്. അതെ വെയിറ്റ് കുറഞ്ഞു. കൺമണിക്കുട്ടി വെയിറ്റ് കുറഞ്ഞു. നോക്കട്ടെ മെതി എടുത്തോട്ടെ. വെയിറ്റ് കുറഞ്ഞു. പെട്ടിയുടെ എത്ര ഉള്ളപ്പോ? ആ പെട്ടിയുടെ എത്ര ഉള്ള കുട്ടി വെയിറ്റ്? അതന്നെ. ആ കൺമണിക്കുട്ടി കൊണ്ട പെട്ടിയുടെ അത്ര വെയിറ്റ് ഉള്ളൂ. അത്ര കൺമണിക്കുട്ടി വെയിറ്റ് കുറഞ്ഞു. നല്ലൊരു കോമഡി ഒക്കെ ഉണ്ട് ഇതിനുള്ളിലേ. നമ്മുടെ കൺമണിക്കുട്ടിക്ക് വിശപ്പാന്നത്രേ. എന്നിട്ട് വരുമ്പോ തന്നെ അതിൻ്റെ ഉള്ളിൽ നോക്കിയ ഒരു കഷ്ണം കേക്കൊക്കെ ആയിട്ടതെ എങ്ങനെയാലും ഫ്ലൈറ്റ് ഇറങ്ങിയാൽ മതി, ഞങ്ങൾക്ക് കഴിച്ചാൽ മതിന്ന് അല്ലേ? വിശന്നോ? നമുക്ക് പാപ്പ് കഴിച്ചിട്ട് പോവാട്ടാ. വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോയാൽ മതി. ഓക്കെ. പെട്ടി കളയണ്ട കൺമണിയാ. ഇതായോ പേസില്ല. ഇറങ്ങിയ സമയത്ത് കേക്ക് തിന്നുട്ടാ. ഇപ്പൊ ഷായേട്ടന് എന്താ ജ്യൂസ് കൊടുക്കണ്. ഷായേട്ടന് മാത്രം കൊടുത്തുള്ളൂ കേട്ടാ. വേറെ ആർക്കും തന്നില്ല കൺമണിക്കുട്ടി. കഴിഞ്ഞു എന്ന് കുടിച്ചിട്ട് ബാക്കിയുള്ളത് കുറച്ച് കൊടുത്തേ. അച്ചാച്ചനെ പറ്റിച്ചതാണോ കൺമണിക്കുട്ടി? ഇതിലുണ്ടായിരുന്നോ? അച്ചാച്ചനെ പറ്റിച്ചതാ? ആ പറ്റിച്ചതാണ് ഞങ്ങള്. നമ്മുടെ കൺമണിക്കുട്ടി വന്നപ്പോഴേ ഒരു കോമഡി ഉണ്ടെന്ന് പറഞ്ഞല്ലേ. കോമഡി വേറെ ഒന്നല്ല. ഈ ഒരു പെട്ടി കണ്ട, ഇത് കാണുമ്പോൾ വലിയൊരു പെട്ടിയല്ലേ. ഈ പെട്ടിയിൽ ഒന്നുമില്ല.
നമ്മുടെ കൺമണിക്കുട്ടിക്ക് കളിക്കാൻ വേണ്ടി മാത്രം കൺമണിക്കുട്ടിയുടെ നിർബന്ധത്തിൽ ഒരു പെട്ടി കൊണ്ട് വന്നിട്ടുള്ളത് കണ്ട. കൺമണിക്കുട്ടി ഇരിക്കുമ്പോൾ അത് കുഴിഞ്ഞു പോയി തുടങ്ങി അല്ലേ കൺമണിക്കുട്ടിയെ? ആരും ഇത് കൊണ്ടുവരാറില്ലല്ലോ. പക്ഷെ നമ്മുടെ കൺമണിക്കുട്ടി ഇതാണ് ആവശ്യപ്പെട്ടത്, കൺമണിക്കുട്ടിയുടെ അപ്പൂപ്പൻ്റെ അടുത്ത്. ഇനി നമ്മളിതാ ഷായിട്ട് വണ്ടി എടുത്ത് തുടർന്നു, നമ്മൾ പോവാട്ടാ. ഫ്രണ്ട് തന്നല്ലേ? ആ നമുക്ക് പോവാ. ഇനി ഇറങ്ങാ വണ്ടി ഇത് വന്ന് വാ. അതെ, പെട്ടി വെയിറ്റില്ലാത്ത കാരണേ കൺമണിക്കുട്ടി ഇറങ്ങിയ വൈകി പെട്ടി ഒറ്റ ശരിയില്ല ചെരിഞ്ഞു. ഇനി പോവല്ലേ കൺമണിയെ? അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ ഒരു കണക്കിന് കുട്ടി കൊണ്ടുവന്ന പെട്ടികളൊക്കെ ഒന്ന് ഒതുക്കി കയറ്റിയിട്ടാ. ആ വലിയ പെട്ടിയിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞെങ്കിലും അതിൽ കുറച്ചിട്ടുണ്ട് കേട്ടാ. തീരില്ലാതെയല്ല, പക്ഷെ ആ പെട്ടി കാണുമ്പോഴത്തെ വലിപ്പം മാത്രമേ ഉള്ളൂ. ഇനി ഞങ്ങളിത് എത്ര പേരെ അതിൽ കയറി ഇരിക്കാനുള്ളൊരു സ്ഥലം കൂടി ഞങ്ങൾ എങ്ങനെയൊക്കെ ഒതുക്കി അതിൽ കയറി ഇരിക്കാനുള്ള പ്ലാനിലാണ് ഇരിക്കണേ. പിന്നെ ഞങ്ങൾ വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടാണ്. കാരണം കൺമണിക്കുട്ടൊന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് വരുമ്പോൾ തന്നെ. പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ എന്തെങ്കിലും നേരം വൈകിയേ അവിടെ തൃശ്ശൂരേക്ക് എത്തി ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. കാരണം ഇനി നല്ല ബ്ലോക്കിലായിരിക്കും. അതേപോലെ തന്നെ ഞങ്ങളുടെ കുറേ മണിക്കൂറുകൾ തന്നെ ഈ ബ്ലോക്കിൽ പെട്ടിട്ടാണ് വീട്ടിലെത്തിയത്. നമ്മുടെ പ്രീതിനെയും കൺമണീനൊക്കെ കണ്ടിട്ട് ബഹളം ഇട്ട് അവിടെ കാണിക്കുന്നത് കൂട്ടിലുള്ളവരെ. എന്തിട്ട് ബഹളം കാണിക്കണേ, എന്തിട്ട് സ്നേഹം കാണിക്കണേ അവനെയെ. അതാജ് ബർത്ത്ഡേ കണ്ണൻ ബർത്ത്ഡേ പ്രീതിയുടെ ബർത്ത്ഡേന്ന് കഴിഞ്ഞു. ഓ നമ്മുടെ ആവണി ഉണ്ടല്ലോ, ആവണി ക്ലാസ്സിൽ പോയ കാരണം പ്രീതിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ആവണിക്ക്. പക്ഷെ ആവണി വരുമ്പോൾ നോക്കി പ്രീതിയുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവള് നോക്കി എല്ലാവർക്കും ഭയങ്കര സർപ്രൈസ് ആയിട്ടാ. കൺമണി എന്താണ് നമ്മുടെ ആവണിക്കുട്ടി ചെയ്ത് വെച്ചോക്കണേ? ആവണിക്കുട്ടി എന്താ ചെയ്ത് വെച്ചോക്കണേ? ആവണി ഇത് വലിയ സർപ്രൈസ് ആയല്ലോ. പ്രീതിക്ക് ഇതിനേക്കാൾ വലിയ സർപ്രൈസ് ആവണിക്ക് കൊടുക്കാൻ വേറെ ഒന്നുമില്ല. കൺമണിക്കുട്ടി നോക്കിയേ, പ്രീതിക്ക് എന്താ ചെയ്ത് നോക്കണേ നമ്മുടെ ആവണിക്കുട്ടി? കണ്ടാ ആവണിയൊന്നും പറയല് നിൽക്കണേ. ആവണിക്ക് ഒരു ചമ്മല്. ഇതെപ്പോ ചെയ്ത് വെച്ചു ഇങ്ങനെ? ഇപ്പൊ തന്നെ. ആരും ഉണ്ടായിരുന്നില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നുള്ള വീട്ടില്. എന്നാലും അവളെ ഒറ്റയ്ക്ക് ഇരുന്ന് അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇരുട്ടാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ നമ്മുടെ ഇൻവെർട്ടർ വർക്കിയിട്ടായിരുന്നില്ല? അയ്യോ, അപ്പൊ ഇനി ഇത് കട്ടിയല്ലേ? അപ്പൊ നമ്മുടെ പ്രീതിയുടെ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിയാണ്. 21-ാം തീയതി ആയിരുന്നു കേട്ടോ ബർത്ത്ഡേ. പക്ഷെ പ്രീതി ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് വരുന്ന ദിവസമായിട്ട് നമ്മുടെ ആവണിക്കുട്ടി ചെയ്തതാണ് ഇങ്ങനെ. അത് മാത്രമല്ല ഇതിലൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേ അമ്മാന്നും പിന്നെ വെൽക്കം കൺമണിക്കുട്ടീന്നും കൂടി എഴുതിയോക്കണേ കേട്ടോ കേക്കില്. അപ്പൊ കട്ടി കൺമണിക്കുട്ടിയുടെ പേരുണ്ടെങ്കിലേ ഇതേ വെൽക്കം ചെയ്ത് നോക്കണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ നമ്മുടെ ആവണിക്കുട്ടി തന്ന സർപ്രൈസ് ഒക്കെ ആയി കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളിതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാ കൈമാറി അങ്ങനെ കഴിച്ചു. അപ്പോൾ നമ്മളിതാ വീട്ടിൽ പോവാണ്. അവിടെ മക്കൾക്ക് കേക്കൊക്കെ എടുത്തിട്ടാണ് പോണത്. വലിയ ചുരുത്തു വലിയേട്ടനൊരു കഷ്ണം. പിന്നെ നമ്മുടെ കൺമണിക്കുട്ടി നാളെ വരാമെന്ന് പറഞ്ഞു. ആൾക്ക് ഇവിടെ നിൽക്കണം, അവിടെ വന്ന് പട്ടുകുട്ടികളും കാണാം, 2 മനസ്സാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അളിയ ഫോം വിളിച്ചിരിക്കുകയാണ് കൺമണിക്കുട്ടി അപ്പൂപ്പൻ. അപ്പോൾ ആ ഒരു വീഡിയോ കോളിലാണ് കൺമണിക്കുട്ടി. അപ്പോൾ നമ്മൾ നേരെ ഒത്തിരി വൈകി, നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്കൊക്കെ അവിടെ ഭക്ഷണം കൊടുക്കണമല്ലോ. അപ്പം ഇനി വേഗം ഇറങ്ങുക. കൺമണിക്കുട്ടി ടാറ്റ ബൈ ബൈ കണ്ണാടി. ടാറ്റ. നല്ല മഴയായിട്ട് നമ്മുടെ ഇവിടെ ഇപ്പം ഇത്തിരി ചോർച്ചയുണ്ട്. പെയ്യണ മഴ നല്ല കനത്തിലുള്ള പെയ്ത്താ. പോട്ടേട്ടാ ആവണി. അച്ചോ അല്ലുമോള് മുകളിൽ ഇരിക്കുന്നുണ്ട്. ദേ അംബ്രൂസ് ദേ ഓടി വരുന്നുണ്ട്. ദേ എൻ്റെ പേളിക്കുട്ടി ദേ. അയ്യോ ഉഷാറ് കാണുമ്പോൾ ഒരു സമാധാനം. എൻ്റെ പേളിക്കുട്ടിയുടെ ഉഷാറ് കാണുമ്പോൾ കുറേ നേരമായില്ല. അവൾക്ക് തല കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കണം, സ്നേഹം കൂടുമ്പോൾ. തല കുമ്പിടണം ഞങ്ങൾക്ക് സ്നേഹം കൂടുമ്പോൾ. കുറേ നേരം കാണണ്ട. എൻ്റെ ഒരു വിഷമൊക്കെ ഉണ്ട്. പൊണ്ണുണ്ണെ ഉഷാറായില്ലേ? പാപ്പൊക്കെ തരാം കേട്ടോ.
പാപ്പൊക്കെ തരാട്ടോ. പാപ്പു തരാട്ടാ. കയറി ഡ്രസ്സ് മാറ്റേട്ടാ. അച്ചടാ വേദനയ്ക്ക് ഒരു കുറവായിണ്ട്. അതിന് എത്രക്ക് ഒരു സമാധാനം. വാലാട്ടി നിൽക്കും എൻ്റെ മോള്. അല്ലുവാ ഈ വല്ലുവിന് പാപ്പ് തരാട്ടാ. അല്ലുവിന് പാപ്പ് തരാം. കുട്ടിപ്പെട്ട ആൾക്ക് പാപ്പ് കൊടുക്കണം ഉണ്ട്. അപ്പോൾ കണ്ണശ്ശേരി കണ്ണനെ വണ്ടി കൂടിയായിരുന്നു. അപ്പോൾ കണ്ണൻ ഞങ്ങളുടെ കൂടെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുത്തൂർക്ക് പോവാ. അതല്ലേ കുട്ടിപ്പെട്ട അടുത്തേക്ക്. അമ്മ എവിടെ? അമ്മേനോടെ കാണണ്ടേ ഇപ്പളേ. നിന്നിറങ്ങ എങ്ങനെയുണ്ടായിരുന്നു? കുറേ നേരം തന്നെ ഇരുന്ന ഇവരുണ്ടല്ലോ അല്ലെ കൂടെ. വണ്ടി വരെ നേരം ഇതല്ല ബ്ലോക്ക്. നമ്മൾ ഇവിടുന്ന് എത്ര മണിക്ക് ഷായിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ടായിരുന്നേ? ഒരു 2 മണിക്ക് ആയപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയതാണ്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ഒരു 5:30 ആയപ്പോൾ വന്നു. പിന്നെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ കയറി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാലക്കുടി എത്രയേക്കാളും മുന്നേ തുടങ്ങിയ ബ്ലോക്കിൽ ഷേട്ടാ. അതുകൊണ്ട് നേരം വയ്ക്കേ. എന്നിട്ട് ചീന കുട്ടിപ്പെട്ടാളങ്ങള് ഉണ്ണിക്കൂട്ടൻ ആദ്യം പോലെ വിളിച്ചു പറഞ്ഞു ഒരു ലെവലാക്കിയിട്ടുണ്ടെന്ന്. നമ്മുടെ ചട്ടിയൊക്കെ വലിച്ചു മാറിയിട്ടുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ കുറെ നേരം കാണണ്ടായി. എൻ്റെ എന്തിട്ടാണോ അല്ല അല്ലേ കടിക്കണ്ടാവൂലേ? അമ്മാമ്മക്കൊക്കെ അത്ഭുതം അവരെ വികൃതികൾ കണ്ടിട്ട്. നമ്മളാണെങ്കിൽ ഇത് കണ്ട് അതുകൊണ്ട് രൂപമായി. എന്തായാലും അതൊക്കെ മാറിയിട്ട് അവർക്ക് വല്ലതും കൊടുക്കാം. പേളിക്കുട്ടിയെ ഇവിടെ പേളിക്കുട്ടി ഉണ്ട്, അല്ലും ഉണ്ട്. 2 പേർക്കും ഓരോ പോലത്തെ സ്നേഹമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അത് കാരണം എനിക്ക് 2 പേരും കൂടുതൽ വിളിക്കാനോ കൊഞ്ചിക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ. പേളിക്കുട്ടിക്ക് വിളിച്ചിട്ട് എന്തെങ്കിലും ആദ്യം കൊടുക്കട്ടെ. അല്ല അവിടെ പിണങ്ങിയിരിക്കല്ലേ, നന്നായി കൊഞ്ചിക്കണം അവളെ. വയ്യ മോള് വയ്യോ കഴിച്ചോട്ടാ. പാവം കഴിച്ചോളും, കുഴപ്പമൊന്നുമില്ല പേളിക്കുട്ടി. അല്ലു മോളു വായോ. എൻ്റെ മോള് പാപ്പ തിന്നാ വന്നേ. വാ വാടാ. അല്ലുവിന് ഭക്ഷണം കൊടുക്കാൻ ഇപ്പം ഏറ്റവും ബുദ്ധിമുട്ട്. അവളെ നന്നായി വിളിക്കണം. അല്ലു ഡാ പാപ്പ തിന്നെ. വാ വാ. അയ്യോ എൻ്റെ മോളെ ഞാൻ കളയോ. വാടാ മോള് തിന്നോ. എണീറ്റ് കിട്ടി സമാധാനം. കഴിച്ചോട്ടാ. അങ്ങനെ അല്ലു കഴിച്ചു തുടങ്ങി. ഇനിയിപ്പോൾ സമാധാനമായി. ഇനിയിപ്പോൾ മുഴുവൻ കഴിച്ചോളൂ അവള്. ഇനി കുട്ടിപ്പെട്ടാണ് അടുത്തേക്ക് പോട്ടെ. അയ്യോ അമ്മ കിടക്കട്ടെ. ഞാൻ കിടക്കട്ടെ. ഇതാ കിടക്കട്ടെടാ. ഇവിടെയല്ലേ ഞാൻ. എൻ്റെ കുട്ടിപ്പട്ടാളങ്ങളെ കാണാണ്ട് അതിൽ സങ്കടം ഉണ്ടോ? കുറെ പരാതികളൊക്കെ എനിക്ക് ഫോമിൽ വന്നല്ലോ. നിങ്ങളുടെ കുറുമ്പുകള് ദൈവമേ. ഇവരുടെ എന്നെ കുറച്ചു നേരം കാണാണ്ടായ കാരണം എന്താണ്, ഇവിടെ നല്ല പണിത്തിരക്കിലായിരുന്നു ഇവര്. അപ്പോൾ മക്കൾ ഫോം വിളിച്ച് പറഞ്ഞു, അമ്മേ ഇവര് നല്ല പണിയെടുത്തിട്ടുണ്ടെന്ന്. നോക്കിയേ ശരിക്കും എൻ്റെ ബോധം പോയിട്ട് ഞാനിത് കണ്ട വയ്ക്കി. ഇവര് വല്ലതും അറിഞ്ഞിട്ടുണ്ടോ നോക്കിയാൽ. എന്താ സ്നേഹപ്രകടനം വല്ലവരും അറിഞ്ഞിട്ടുണ്ടോ? എന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ പണി തരുമോ അമ്മയുടെ കുട്ടിപ്പട്ടാളങ്ങള്? എടുത്ത് വെക്കണ. എന്നാ ശരി എടുക്ക വാ. ഓരോരുത്തർ എടുക്കാം. അങ്ങനെ ഇതിവിടെ വായ എടുക്കാം. എല്ലാവരും എടുക്കാം. അങ്ങനെ എന്റെ മേസിക്കൂട്ടാ. നിക്ക് എല്ലാവരും എടുത്ത് വെച്ചിട്ട് ലാസ്റ്റ്. കല്ലൂടല്ലേ വരക്കൂടല്ലേ എല്ലാവരും എടുക്കില്ല. അയ്യോ ഇതെന്തിനെ കടിപ്പിടി കൂടണേ? എല്ലാവരും എടുക്കണില്ലേ ഞാന്? എല്ലാവരും എടുക്കണ്ടേ, പിന്നെ എന്തിനെ കടിപ്പിടി കൂടണേ? ഇങ്ങനെ ജാമായിക്കോ എല്ലാവരും കൂടി? ജാമായിക്കോ? അതല്ല എൻ്റെ കല്യാണിക്കുട്ടി എവിടെ? കല്യാണിക്കുട്ടി വായ. കല്യാണിക്കുട്ടിയോട് ഞാൻ ചോദിക്കണല്ലോ, ഇവരൊക്കെ കുറുമ്പന്മാരാ. കല്യാണിക്കുട്ടി ഇതാരാ? കല്യാണിക്കുട്ടി ഇങ്ങനെ കാട്ടിയത് നോക്കിയ. കല്യാണിക്കുട്ടി ചളിപ്പിളി എന്തൊക്കെയാ കാട്ടി നോക്കണേ. എൻ്റെ മോള് പറയും ഇവരാണോ? ഇവർ വല്ലതും അറിയണ്ടോ നോക്കിയ. ഞാനൊരു കാര്യം ഉറപ്പിച്ചു.
ഞാൻ നിങ്ങളൊരു വരി നിറച്ച് ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആന്തൂറിയായിരുന്നു, നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു, ഒരുവിധം നല്ല കളറുകളായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ ചെടി തൽക്കാലം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഒന്ന് വലുതായി വരുന്നവരെ ഈ വലിയ ചട്ടി ഞാൻ വെക്കണില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവരിവിടെ ചെടി എന്തായാലും നശിപ്പിച്ചു. അത് നമ്മൾ അവിടെ കിടന്ന് നശിപ്പിക്കട്ടെ, കാരണം അത് നമ്മൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പുറത്തേക്ക് കിടക്കും. അപ്പോൾ അത് കാരണം അവിടെ ഇരിക്കുമ്പോൾ സേഫായിട്ട് ഇരിക്കുമല്ലോ, ഇവിടുത്തെ കുറച്ച് പേരല്ലേ നശിപ്പിക്കുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ ചെടി മാത്രമല്ലല്ലോ നോക്കണ്ട, ഇത് ഞാൻ എങ്ങനെയൊന്ന് വൃത്തിയാക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇവരെ വേഗം കൂട്ടി കേട്ടെ, അതിനുശേഷം ഇവിടെ വൃത്തിയാക്കി ചെയ്യണമല്ലോ. തരട്ടെ, നോക്കിയേ ഇതാരിവിടെ വഴക്കൂടണേ, ഞാൻ ഭക്ഷണം തരാം കേട്ടാ. പിന്നെ മക്കള് വീട്ടിലുണ്ടായിരുന്ന കാരണം ഇവർക്ക് ആർക്കും വലിയ വിശപ്പൊന്നുമില്ല. കാരണം മോൻ പറഞ്ഞു അമ്മ അവരൊക്കെ പാലും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് ഇടയിൽ കൊടുത്തിട്ടുണ്ടെന്ന്. അത് കാരണം വലിയ വിശപ്പൊന്നുമില്ല കേട്ടോ. അതാണ് ഇത്രയും കളി കളിക്കണം എപ്പോഴും കിടന്നിട്ട്. മക്കൾക്ക് ചോറിന കേട്ടാ. നാളെ എൻ്റെ അടുത്ത് ചട്ടി തട്ടിയിടേണ്ടതല്ല നമുക്ക്. വായോ, വാ ഓടണ്ടേ, ഓടണ്ടേ. ഇന്ന് ഓടൊന്നും വേണ്ടെന്ന്, ഞങ്ങൾ വലിയ പണിയെടുത്തിട്ടുണ്ടെന്ന് അല്ലേ. വാ, ഇനി ഞങ്ങളുടെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു എല്ല് തീറ്റയുണ്ട് അല്ലേ. ദാ എല്ല്, എല്ലാവരും എടുക്ക്. ദേ കല്യാണക്കുട്ടി തിന്നേ, അവൻ്റെ കൊഞ്ചുള്ള കുട്ടി കയ്യിലെല്ലാം കൊടുക്കണം. ദേ ഈ എല്ല് തിന്ന് കഴിഞ്ഞോട് കൂടി കൂട്ടിലേക്കാക്കും. അപ്പോൾ അവർക്കൊരു പ്രതീക്ഷയാണ്, ചോറുണ്ട് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു എല്ല് കിട്ടും. ആ ഒരു ഉത്സാഹത്തോട് കൂടിയിട്ടാണ് ഭക്ഷണം കഴിക്കാട്ടാ. അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടാങ്ങളുടെ എല്ലും തിന്ന് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു നേരെ കൂട്ടിലാക്കുക, നമുക്കിവിടെ വൃത്തിയാക്കാം. അപ്പോൾ എൻ്റെ എത്താത്തൊരു ദിവസം എത്രയൊക്കെ ഉള്ളോട്ടെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കഴിഞ്ഞു. ഇപ്പം സമയം എന്ന് പറയുന്നത് 12 മണിയിട്ടായി. എനിക്കൊന്ന് ഫ്രഷ് ആവണം, അതിനുശേഷം വേണം എനിക്കൊന്ന് കിടക്കണമെങ്കിൽ.